മുഴുവൻ കൗതുകമുളവാക്കുന്ന ജീവജാലങ്ങളാൽ നിറഞ്ഞതാണ് ഭൂമിയിലെ സമുദ്രങ്ങൾ. സമുദ്രത്തിലേക്ക് പോകുമ്പോൾ വിചിത്രമായ പലതരത്തിലുമുള്ള ജീവജാലങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കും. ചില ജീവികളെ കാണുമ്പോൾ ഇത് ഭൂമിയിൽ തന്നെ ഉള്ളതാണോ എന്നുവരെ സംശയിച്ചു പോകും. അത്രയേറെ വ്യത്യസ്തവും അപൂർവവുമായ ജീവികളാണ് മഹാസമുദ്രങ്ങളുടെ ആഴങ്ങളിൽ ജീവിക്കുന്നത്. അതിലൊരു ജീവിവർഗമാണ് ജെല്ലി ഫിഷ്. പല ദശകോടി വർഷങ്ങളായി സമുദ്രങ്ങളിൽ ഒഴുകി നടക്കുകയാണ് ജെല്ലി ഫിഷുകൾ. ഇതാണ് ലോകത്തിലുള്ള ഏറ്റവും പഴക്കം ചെന്ന മൾട്ടി ഓർഗൻ ജീവി. ദിനോസറുകൾ ഭൂമിയിൽ ഉണ്ടാകുന്നതിനും പല ദശകോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ ജെല്ലി ഫിഷുകൾ ഭൂമിയിൽ ഉണ്ടായിരുന്നു. 5 തവണ ഭൂമിയിൽ മഹാവംശനാശങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ 5 വംശനാശങ്ങളെയും അതിജീവിച്ച ഒരു ജീവിവർഗമാണ് ജെല്ലി ഫിഷ്. ഈ അപൂർവമായ ജീവിയുടെ അതിശയകരമായ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലോകത്തിലെ എല്ലാ സമുദ്രങ്ങളിലും കാണാൻ കഴിയുന്ന ഒരു ജീവിയാണ് ജെല്ലി ഫിഷ്. ഏത് സമുദ്രത്തിൽ പോയാലും അവിടെയെല്ലാം ഏതെങ്കിലും ഒരു തരത്തിലുള്ള ജെല്ലി ഫിഷെങ്കിലും ഉണ്ടായിരിക്കും. കടലിന്റെ ഏറ്റവും മുകൾ തട്ടിൽ മുതൽ ആഴക്കടലിന്റെ അന്ധകാരത്തിൽ വരെ ജെല്ലി ഫിഷുകളെ കാണാൻ കഴിയും. തണുത്തു മരവിക്കുന്ന അന്റാർട്ടിക്കയിൽ വരെ ഇവ സമൃദ്ധമായിട്ട് തന്നെ ജീവിക്കുന്നുണ്ട്. സമുദ്രത്തിൽ മാത്രമല്ല, ചില ജെല്ലി ഫിഷുകൾ ഫ്രഷ് വാട്ടറിലും ജീവിക്കുന്നുണ്ട്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് പീച്ച് ബ്ലോസം ജെല്ലി ഫിഷ്. ഇവയെ ചൈനയിലെ യാങ്സി നദീതടത്തിലാണ് കാണപ്പെട്ടിരുന്നത്. പക്ഷേ ഇന്നിവയെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കാണാൻ സാധിക്കും. ഇതുവരേക്കും 2000-ൽ കൂടുതൽ തരം ജെല്ലി ഫിഷുകളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ 3 ലക്ഷത്തിൽ കൂടുതൽ തരം ജെല്ലി ഫിഷുകൾ കടലിന്റെ ആഴങ്ങളിൽ ഉണ്ടായിരിക്കുമെന്നാണ് നിഗമനം. പല വലിപ്പത്തിലും ജെല്ലി ഫിഷുകളുണ്ട്. ഏതാനും ചില മില്ലിമീറ്റേഴ്സ് മുതൽ മനുഷ്യന്റെ ഇരട്ടി വലിപ്പമുള്ള ജെല്ലി ഫിഷുകൾ വരെയുണ്ട്. എലിയുതേരിയ എന്നൊരു വർഗത്തിൽപ്പെടുന്ന ജെല്ലി ഫിഷുകളാണ് ഏറ്റവും ചെറിയ ഇനം. ഈ ഇനത്തിലുള്ള ജെല്ലി ഫിഷുകൾക്ക് ശരാശരി 1/2 മീറ്റർ പോലും വലിപ്പമുണ്ടായിരിക്കില്ല. പക്ഷേ അത് ശരീരത്തിന്റെ മാത്രം വലിപ്പമാണ്. അതിന്റെ ടെന്റക്കിൾസിനാണെങ്കിൽ, അതായത് സ്പർശനികൾക്ക് ഏതാനും ചില മീറ്റേഴ്സ് വരെ നീളമുണ്ടായേക്കാം. ജപ്പാനു സമീപം കാണപ്പെടുന്ന ഒരുതരം ജെല്ലി ഫിഷുകളാണ് നൊമിറാസ് ജെല്ലി ഫിഷ്. ഇവയാണ് ലോകത്തിലെ ഏറ്റവും ഭാരം കൂടിയ ജെല്ലി ഫിഷുകൾ. 200 കിലോഗ്രാം വരെ ഭാരം വയ്ക്കാൻ കഴിയുന്ന ഇവയുടെ ശരീരത്തിന് 2 മീറ്ററിൽ കൂടുതൽ വ്യാസമുണ്ടായിരിക്കും. എന്നുവെച്ചാൽ ഒരു ശരാശരി മനുഷ്യനേക്കാൾ വലിപ്പവും ഇരട്ടിയിലധികം ഭാരവും. ചുരുക്കി പറഞ്ഞാൽ ശരിക്കും ഒരു വമ്പൻ ജെല്ലി ഫിഷ്. പക്ഷേ ഏറ്റവും വലിപ്പം കൂടിയത് ആർട്ടിക് സമുദ്രത്തിലും പസഫിക് സമുദ്രത്തിലും കാണപ്പെടുന്ന ലയൺസ് മെയിൻ എന്ന മറ്റൊരിനം ജെല്ലി ഫിഷ് ആണ്. അതിന്റെ ശരീരത്തിന് 2 മീറ്ററിൽ കൂടുതൽ വ്യാസവും 150 കിലോഗ്രാമോളം ഭാരവുമുണ്ട്. സ്പർശനികളാണെങ്കിൽ 36.5 മീറ്റേഴ്സ് വരെ നീളം വയ്ക്കും. എന്നുവെച്ചാൽ ഒരു നീല തിമിംഗലത്തിനേക്കാൾ കൂടുതൽ നീളം. പേരിന്റെ കൂടെ ഫിഷ് എന്നുണ്ടെങ്കിലും ഇവ ശരിക്കും മീൻ വർഗമേ അല്ല. നിഡേരിയൻസ് എന്ന ജീവിഗണത്തിൽപ്പെടുന്ന ഒരു ഗണമാണ് ജെല്ലി ഫിഷുകൾ. കോറൽസ്, സീ അനിമോൺസ്, സൈഫോനോഫോർസ് അങ്ങനെ പല വിധത്തിലുമുള്ള നിഡേറിയൻസ് ഉണ്ട്. അവയുമായിട്ടാണ് ജെല്ലി ഫിഷുകൾക്ക് അനുബന്ധമുള്ളത്. അല്ലാതെ മീൻ വർഗവുമായിട്ട് ജെല്ലി ഫിഷുകൾക്ക് യാതൊരു ബന്ധവുമില്ല. ജെല്ലി ഫിഷ് എന്ന ഗണത്തിൽ ശരിക്കും പല വിഭാഗം ജീവികളുണ്ട്. അതിൽ സ്കൈഫോസോവ എന്നൊരു വിഭാഗത്തിനെയാണ് ട്രൂ ജെല്ലി ഫിഷ് എന്ന് പറയുന്നത്, അതായത് യഥാർത്ഥ ജെല്ലി ഫിഷ്. പക്ഷേ അത് വെറും ഒരു പേര് മാത്രമാണ്. ശരിക്കും പല ഇനം ജെല്ലി ഫിഷുകളിൽ ഒരിനം മാത്രമാണ് ട്രൂ ജെല്ലി ഫിഷ്. ജെല്ലി ഫിഷുകളെ ജെല്ലികൾ എന്നും ചുരുക്കത്തിൽ വിളിക്കാറുണ്ട്. എന്തായാലും ജെല്ലി ഫിഷുകൾ 50 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. 70 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ ഭൂമിയിൽ ഉണ്ടെന്നാണ് ചില പഠനങ്ങൾ പറയുന്നത്. 60 കോടി വർഷങ്ങളുടെ പഴക്കമുണ്ടെന്ന് സംശയിക്കപ്പെടുന്ന രീതിയിൽ ഒരു ജെല്ലി ഫിഷ് ഫോസിലും ലഭിച്ചിട്ടുണ്ട്. 50 കോടി വർഷങ്ങൾക്ക് മുൻപെന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കുക, 6.5 കോടി വർഷങ്ങൾക്ക് മുൻപ് വംശനാശം സംഭവിച്ചു പോയ ദിനോസറുകൾ ആദ്യമായിട്ട് ഭൂമിയിൽ ഉണ്ടായതുപോലും ഏകദേശം 25 കോടി വർഷങ്ങൾക്ക് മുൻപാണ്. 50 കോടി വർഷങ്ങൾക്ക് മുൻപാണെങ്കിൽ അന്ന് കരയിൽ ജീവൻ ഉണ്ടായിട്ട് പോലും ഇല്ലായിരുന്നു. ഭൂമിയിൽ സംഭവിച്ച 5 മഹാവംശനാശങ്ങളും കഴിഞ്ഞ 50 കോടി വർഷങ്ങൾക്കുള്ളിലാണ് സംഭവിച്ചത്. അപ്പോൾ ഈ 5 വംശനാശങ്ങളെയും ഇവ അതിജീവിച്ചു. അതിന്റെ ഒരു പ്രധാന കാരണം പരിസ്ഥിതിയിലെ അവസ്ഥകൾക്കനുസരിച്ച് ഇവയ്ക്ക് വളരെ വേഗം പരിണമിക്കാൻ കഴിയും. അത് തന്നെയാണ് ഇതിന്റെ ഒരു വലിയ പ്രത്യേകതയും.
വർദ്ധിച്ചു വരുന്ന ആഗോള താപനില, സമുദ്രത്തിന്റെ അമിതമായ അമ്ലീകരണം, ഹീറ്റ് വേവുകൾ, അങ്ങനെ പലതരത്തിലുള്ള പ്രകൃതിപരമായ കാരണങ്ങൾ കൊണ്ടും അതിനുമീതെ അമിതമായ മത്സ്യബന്ധനം, ശബ്ദമലിനീകരണം, അങ്ങനെ പലവിധമായ മനുഷ്യനിർമ്മിതമായ കാരണത്താലും ഇന്ന് സമുദ്രങ്ങളിലെ ഭൂരിഭാഗം ജീവികളും അതിജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല ജീവികളും വംശനാശത്തിന്റെ വക്കിലെത്തി. ഒരുപാട് ജീവികൾക്ക് വംശനാശം സംഭവിക്കുകയും ചെയ്തു. പക്ഷേ ജെല്ലി ഫിഷുകൾക്ക് ഇതൊന്നും തന്നെ വലിയ പ്രശ്നമല്ല. ഭൂരിഭാഗം ജെല്ലികളും സമുദ്രത്തിൽ സമൃദ്ധമായിട്ട് ജീവിക്കുകയാണ്. പല ഭാഗങ്ങളിലും ക്രമാതീതമായിട്ട് ജെല്ലി ഫിഷുകൾ വർദ്ധിക്കുകയും വരെ ചെയ്യുന്നുണ്ട്. അമിതമായ മത്സ്യബന്ധനം കാരണം ജെല്ലി ഫിഷുകളെ വേട്ടയാടുന്ന മത്സ്യങ്ങളുടെ അളവ് കുറഞ്ഞതാണ് അതിന്റെ പ്രധാന കാരണം. ജെല്ലി ഫിഷിന്റെ ശരീരത്തിനെ പ്രധാനമായും 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ബെൽ, ഓറൽ ആംസ്, ടെന്റക്കിൾസ്. മുകളിൽ ബെല്ലിന്റെ ആകൃതിയിൽ കാണുന്ന ശരീരത്തിനെയാണ് ബെൽ എന്ന് പറയുന്നത്. ഈ ബെല്ലിന്റെ അടിയിലുള്ള ദ്വാരത്തിലൂടെയാണ് അവ ആഹാരമെടുക്കുന്നതും വേസ്റ്റ് പുറത്തുവിടുന്നതും. കൈകൾ പോലെ തോന്നിക്കുന്ന നീളൻ ഘടനകളാണ് ഓറൽ ആംസ്. ഇത് ശരിക്കും കൈകൾ എന്നതിലുപരി അവയുടെ ചുണ്ടുകൾ എന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. 4 മുതൽ 8 ഓറൽ ആംസ് വരെ ഒരു ജെല്ലി ഫിഷിനുണ്ടായിരിക്കും. എല്ലാ ജെല്ലികൾക്കും ഈ ഓറൽ ആംസ് ഉണ്ടായിരിക്കില്ല. ഏറ്റവും അടിയിലുള്ള നെടുനീളൻ ഘടനകളാണ് ടെന്റക്കിൾസ്. ഈ ടെന്റക്കിൾസ് ഉപയോഗിച്ചാണ് ജെല്ലികൾ ഇര പിടിക്കുന്നത്. വിഷം വെച്ചിരിക്കുന്നതും ടെന്റക്കിൾസിന്റെ അറ്റത്തിലാണ്. പിടിക്കുന്ന ഇര രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ ടെന്റക്കിൾസിലുള്ള ചെറിയ സൂചികൾ ഉപയോഗിച്ച് ഉള്ളിലുള്ള വിഷത്തിനെ ഇരയുടെ ശരീരത്തിൽ കുത്തിവെക്കും. ടെന്റക്കിൾസ് ഉപയോഗിച്ച് പിടിക്കുന്ന ഇരയെ ഓറൽ ആംസ് ഉപയോഗിച്ച് വായ്ക്കകത്താക്കുകയാണ് സാധാരണ ജെല്ലികൾ ചെയ്യുന്നത്. ചില ജെല്ലികളുടെ വായ്ക്കുള്ളിൽ ചെറിയ നാരുകൾ കാണാം. അത് ജെല്ലികളുടെ പല്ലുകളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ജെല്ലികൾ പാസീവ് ഫീഡേഴ്സ് ആണ്. അതായത് വെള്ളത്തിലൂടെ ഒഴുകി നടക്കുന്നതിനിടയിൽ കണ്ണിൽ കാണുന്ന എന്തിനേയും അത് വായ്ക്കുള്ളിൽ ഒതുങ്ങുന്നതാണെങ്കിൽ അതിനെ പിടിച്ച് ജെല്ലി ആഹാരമാക്കും. ജെല്ലി ഫിഷിന്റെ ഏറ്റവും വിചിത്രമായ ഒരു പ്രത്യേകത എന്നത് ഇവയ്ക്കൊരു തലച്ചോറില്ല. അതിനാൽ തന്നെ ഇവ സ്വയബോധമുള്ള ജീവികളല്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ജെല്ലി ഫിഷുകൾക്ക് ജീവനുണ്ടെന്ന കാര്യം അവയ്ക്ക് തന്നെ അറിയില്ല. പക്ഷേ തലച്ചോറിന് പകരം ഇവയ്ക്ക് ലളിതമായ ഒരു നെർവസ് സിസ്റ്റം ഉണ്ട്. അതായത് നാഡീവ്യൂഹം. ഏകദേശം 10,000-ഓളം ന്യൂറോൺസ് ആണ് ഒരു ശരാശരി ജെല്ലി ഫിഷിനുള്ളത്. താരതമ്യേന പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ തലച്ചോറിൽ ഏകദേശം 8,600 കോടി ന്യൂറോൺസ് ഉണ്ട്. ചുറ്റുമുള്ള പ്രകാശം, ജലത്തിലുള്ള തരംഗങ്ങൾ, മണം, ശബ്ദം, ജലത്തിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥങ്ങൾ എന്നിങ്ങനെ ചുറ്റുപാടുമൊക്കെ മനസ്സിലാക്കാനുള്ള ചില ഘടകങ്ങളെയൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ നിസ്സാരമായ നാഡീവ്യൂഹം ഉപയോഗിക്കുന്നത്. സമുദ്രത്തിൽ അതിജീവിക്കാൻ അത് തന്നെ അവയ്ക്ക് ധാരാളമാണ്. അല്ലായിരുന്നെങ്കിൽ അവയ്ക്ക് പണ്ടേ തന്നെ വംശനാശം സംഭവിക്കുമായിരുന്നു. തലച്ചോർ മാത്രമല്ല, ഇവയുടെ ശരീരത്തിൽ സങ്കീർണമായ അവയവങ്ങളോ രക്തമോ അങ്ങനെ ഒന്നും തന്നെയില്ല. രക്തമില്ലാത്തതുകൊണ്ട് ഹൃദയത്തിന്റെ ആവശ്യവും ഇവയ്ക്കില്ല. നമ്മുടെ ശരീരത്തിൽ ഏകദേശം 60% ജലമാണ്. എന്നാൽ ജെല്ലി ഫിഷുകളുടെ ശരീരത്തിൽ 95 മുതൽ 98% വരെ ജലം മാത്രമാണ്. ബാക്കി വെറും 5% മാത്രമാണ് ഇതിന്റെ ശരീരം. ഇവയുടെ കണ്ണുകൾ വളരെ വളരെ ലളിതമാണ്. സാധാരണ മീനുകളെ പോലെയോ മനുഷ്യരെ പോലെയോ അല്ലെങ്കിൽ മറ്റ് ജീവികളെ പോലെയോ സങ്കീർണമായ ഘടകങ്ങളൊന്നും ഇവയുടെ കണ്ണുകളിൽ ഇല്ല. ഈ കണ്ണുകൾക്ക് പ്രകാശം ഡിറ്റക്ട് ചെയ്യാനുള്ള കഴിവ് മാത്രമേയുള്ളൂ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അതിനു ചുറ്റും പ്രകാശമുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ മാത്രമേ അവയുടെ കണ്ണുകൾക്ക് സാധിക്കുകയുള്ളൂ. പക്ഷേ അപൂർവം ചില ജെല്ലി ഫിഷുകൾക്ക് കുറച്ചുകൂടെ സങ്കീർണമായ രീതിയിലുള്ള കണ്ണുകളുണ്ട്. അതിനൊരുത്തമ ഉദാഹരണമാണ് ബോക്സ് ജെല്ലി. ഇതിന്റെ ശരീരത്തിൽ ആകെ മൊത്തം 24 കണ്ണുകളുണ്ട്. അതിൽ 2 കണ്ണുകൾക്ക് നിറവും കാണാൻ കഴിയും. മനുഷ്യരുടെ കണ്ണുകളെ പോലെ ഇവയുടെ കണ്ണുകളിലും ലെൻസുകളും റെറ്റിനകളും കോർണിയകളും ഒക്കെയുണ്ട്. പക്ഷേ അത്രയും സങ്കീർണമാണെങ്കിലും വളരെ മങ്ങിയ തരത്തിലുള്ള കാഴ്ചയായിരിക്കും അവയ്ക്കും കിട്ടുന്നത്. 24 കണ്ണുകൾ ഉള്ളതുകൊണ്ട് തന്നെ 360 ഡിഗ്രിയിൽ അവയ്ക്ക് കാണാൻ കഴിയും. ചില ജെല്ലി ഫിഷുകളുടെ കണ്ണുകൾക്ക് മറ്റൊരു പ്രത്യേകതയും കൂടെയുണ്ട്. എന്താണെന്നാൽ അവയുടെ കണ്ണുകൾക്ക് ഗ്രാവിറ്റി ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. സ്കൈഫോസോവൻ ജെല്ലി ഫിഷുകൾക്കാണ് ആ പ്രത്യേകതയുള്ളത്. അവയുടെ കണ്ണുകളിൽ സ്റ്റാറ്റോലിത്ത് എന്ന ഒരുതരം ക്രിസ്റ്റൽസ് തൂങ്ങിക്കിടക്കുന്നുണ്ട്. അത് കാരണം ഏത് ദിശയിലേക്ക് പോയാലാണ് മുകളിലേക്ക് പോകാൻ കഴിയുക എന്ന് അവയ്ക്ക് എപ്പോഴും മനസ്സിലാക്കാൻ പറ്റും. മറ്റൊരു അത്ഭുതകരമായ കാര്യം എന്താണെന്നാൽ നമ്മൾ ഉറങ്ങുന്നത് പോലെ ജെല്ലി ഫിഷുകളും ഉറങ്ങാറുണ്ട്. അതിലെന്താണ് ഇത്ര വലിയ അത്ഭുതമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഒരു കാര്യം ഓർക്കുക, മനുഷ്യരെ പോലെ അല്ലെങ്കിൽ സാധാരണ ജീവികളെ പോലെ ജെല്ലി ഫിഷുകൾക്ക് ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റം ഇല്ല.
നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തിനു വേണ്ടിയാണ് നമ്മൾ ഉറങ്ങുന്നത്. എന്നാൽ അതില്ലാത്ത ഒരു ജീവിക്ക് പോലും ഉറക്കം പ്രധാനമാണെന്ന വസ്തുത ഗവേഷകരെയെല്ലാം ശരിക്കും ആശ്ചര്യപ്പെടുത്തി. എല്ലാ ജെല്ലി ഫിഷുകളിലും എന്തെങ്കിലും തരത്തിലുള്ള വിഷമുണ്ടായിരിക്കും. ഇര പിടിക്കാൻ അതവയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ആയുധമാണ്. ഒട്ടുമിക്ക ജെല്ലികളുടെയും വിഷം മനുഷ്യർക്ക് വലിയ പ്രശ്നമുള്ളതല്ല. ചെറിയ രീതിയിലുള്ള ചൊറിച്ചിലും വേദനയും മാത്രമേ ഉണ്ടാകൂ. എങ്കിലും ചില ജെല്ലികളുടെ വിഷമുണ്ടാക്കുന്ന വേദന നമുക്ക് വളരെയധികം അസഹനീയമായിരിക്കും. പക്ഷേ വേദനയ്ക്ക് പുറമെ ചില ജെല്ലികളുടെ വിഷം വളരെ മാരകവുമായിരിക്കും. അതിനൊരുത്തമ ഉദാഹരണമാണ് ഓസ്ട്രേലിയൻ ബോക്സ് ജെല്ലിഫിഷ്. സമുദ്രത്തിലെ ഏറ്റവും വിഷമേറിയ ജീവിയായിട്ടാണ് ഓസ്ട്രേലിയൻ ബോക്സ് ജെല്ലിയെ പരിഗണിക്കുന്നത്. ഇവയുടെ ശരീരത്തിന് ശരാശരി 1 അടിയോളം വ്യാസമേ ഉണ്ടായിരിക്കൂ. ടെൻഡക്കിൾസിനാണെങ്കിൽ ഏകദേശം 10 അടി വരെ നീളവും. ഇതിന്റെ ഒരു കുത്ത് കിട്ടിയാൽ അതിൽ നിന്നും ആവശ്യത്തിനുള്ള വിഷം ശരീരത്തിൽ ഇറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ ഏതാനും ചില മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മരണം വരെ സംഭവിക്കും. അതിന്റെ പ്രധാന കാരണം ബോക്സ് ജെല്ലിയുടെ വിഷം ശരീരത്തിൽ പ്രവേശിച്ചാൽ അതാദ്യം ആക്രമിക്കുന്നത് നമ്മുടെ ഹൃദയത്തിനെ ആയിരിക്കും. അങ്ങനെ ഹൃദയാഘാതം കാരണമാണ് മരണപ്പെടുന്നത്. ഓഷൻ സൺഫിഷ്, ട്രിഗർ ഫിഷ്, കടൽ പക്ഷികൾ, കടലാമകൾ, ഹെർമിറ്റ് ഞണ്ടുകൾ, വെയിൽ ഷാർക്കുകൾ, തിമിംഗലങ്ങൾ, അങ്ങനെ ജെല്ലി ഫിഷുകളെ വേട്ടയാടുന്ന ധാരാളം ജീവികൾ സമുദ്രത്തിലുണ്ട്. അതിൽ കടലാമകളാണ് ജെല്ലികളെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത്. കടലാമകളുടെ പുറംഭാഗം മുഴുവൻ കട്ടിയുള്ള തോട് കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നത് കാരണം ജെല്ലി ഫിഷുകൾക്ക് ടെൻഡക്കിൾസ് ഉപയോഗിച്ച് കടലാമകളെ കുത്താൻ പോലും കഴിയില്ല. ഇവ നീന്തുന്നത് കാണുമ്പോൾ ഇത് ബെല്ലുപയോഗിച്ച് വെള്ളത്തിനെ പുറത്തോട്ട് തള്ളി മുന്നോട്ട് പോവുകയാണെന്ന് തോന്നും. എന്നാൽ യഥാർത്ഥത്തിൽ 5 സെന്റിമീറ്ററിലും വലിപ്പം കുറഞ്ഞ ജെല്ലികൾക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതിനേക്കാൾ വലിപ്പമുള്ള ജെല്ലികൾ മറ്റൊരു വിദ്യ ഉപയോഗിച്ചാണ് ചലിക്കുന്നത്. എന്താണെന്നാൽ ആദ്യം ഇവയുടെ ബെല്ലിനെ ചുരുക്കുന്നതിലൂടെ ഇവയുടെ ബെല്ലിന് മുന്നിൽ ഹൈ പ്രഷർ ഉണ്ടാവുകയും അതേ സമയത്തിൽ ബെല്ലിന് പിന്നിൽ ലോ പ്രഷർ ഉണ്ടാവുകയും ചെയ്യും. സ്വാഭാവികമായും സമ്മർദ്ദം കൂടിയ സ്ഥലത്തിലുള്ള വെള്ളം സമ്മർദ്ദം കുറഞ്ഞ ഭാഗത്തിലേക്ക് വരും. അങ്ങനെ ലോ പ്രഷർ ഭാഗത്തിലേക്ക് വെള്ളം നിറയുന്നതിന്റെ ആഘാതത്തിലാണ് ഇവ മുന്നോട്ട് പോകുന്നത്. ഇത് വളരെയധികം എനർജി എഫിഷ്യന്റ് ആയ ഒരുതരം സഞ്ചാരമാണ്. അതായത് കുറഞ്ഞ ഊർജ്ജ ചെലവിൽ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നത്. ശരിക്കും സമുദ്രജീവികളിൽ വെച്ച് ഏറ്റവും എനർജി എഫിഷ്യന്റ് ആയിട്ട് സഞ്ചരിക്കുന്ന ജീവികളിൽ ഒന്നാണ് ജെല്ലി ഫിഷ്. ഇതുവരേക്കും കണ്ടുപിടിച്ചിട്ടുള്ളതിൽ പകുതിയിൽ കൂടുതൽ തരം ജെല്ലി ഫിഷുകളും ബയോല്യൂമിനസെന്റ് ആണ്. എന്നുവെച്ചാൽ സ്വന്തമായിട്ട് പ്രകാശം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ജീവികൾ. അത്തരം ജെല്ലികളെ കാണാൻ അത്യധികം മനോഹരമാണ്. ആഴക്കടലിലെ വലിയൊരു ശതമാനം ജീവികളും ബയോല്യൂമിനസെന്റ് ആണെങ്കിലും ജെല്ലികളുടെ പ്രകാശം കാണാൻ ഒരു പ്രത്യേക രസമാണ്. ജെല്ലി ഫിഷുകളെ പല തവണ നമ്മൾ ബഹിരാകാശത്തിലേക്ക് അയച്ചിട്ടുണ്ട്. 1990കളിൽ നാസയാണ് അതിന് തുടക്കമിട്ടത്. ഗുരുത്വാകർഷണ ബലത്തിന്റെ സ്വാധീനമില്ലാത്ത ഒരു സ്ഥലത്തിൽ ജെല്ലി ഫിഷുകൾ എങ്ങനെ വളരുമെന്നറിയാൻ വേണ്ടിയിട്ടാണ് അവയെ ബഹിരാകാശത്തിലേക്ക് അയച്ച് പരീക്ഷണങ്ങൾ നടത്തുന്നത്. ഈ പരീക്ഷണം നടത്തുന്നതിനൊരു കാരണമുണ്ട്. എന്താണെന്നാൽ മനുഷ്യർക്കും ജെല്ലി ഫിഷുകൾക്കും ഗ്രാവിറ്റി തിരിച്ചറിയാനുള്ള ഒരുതരം കാൽഷ്യം ക്രിസ്റ്റൽസ് ഉണ്ട്. മനുഷ്യർക്കാണെങ്കിൽ അത് ചെവിക്കുള്ളിലാണ് ഇരിക്കുന്നത്. ജെല്ലി ഫിഷുകൾക്കാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണുകളിലും. അപ്പോൾ ജെല്ലി ഫിഷുകൾ ബഹിരാകാശത്തിന്റെ ഗ്രാവിറ്റി ഇല്ലായ്മയെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് പഠിക്കുന്നതിലൂടെ മനുഷ്യർക്കത് ഭാവിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യാനാകുമെന്നതിനെക്കുറിച്ചും എന്തെങ്കിലും സൂചനകൾ കിട്ടാതിരിക്കില്ല എന്ന പ്രതീക്ഷയിലാണ് ഈ പരീക്ഷണം നടത്തുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.